ഹലോ ഫ്രണ്ട്സ്, പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ സൈക്ലിങ്ങിന് ഇറങ്ങി. 3-4 ദിവസമായി രാവിലെ സൈക്ലിങ്ങിന് വന്നിട്ട് നല്ല ജലദോഷവും തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടുകാരൻ വരാൻ പറഞ്ഞിട്ട് അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അത് സൈക്കിൾ കണ്ടിട്ട്, പഴയ സൈക്കിളാണ്, ഗീരി വണ്ടിയാണ്, നമുക്ക് പറ്റി തന്നെ പോയിട്ട് കൈയോടെ ഇഷ്ടപ്പെട്ട വാങ്ങിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സൈക്കിളിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൈക്കിൾ ഡെയിലി വരുമ്പോൾ കാണുന്ന പറയുന്നത്. അപ്പോൾ ഇന്നാണ് എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നത്. ആംബുലൻസൊക്കെ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ. ഇതാണ് സൈക്കിൾ. ഇന്നലെ ആരോ വന്ന് പറഞ്ഞു വെച്ചിട്ട് പോയിക്കണത്രേ. ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും. അവനക്ക് ഭാഗ്യമില്ലാണ്ടായി പോയി. കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ മൈതാനത്ത് പോയി, കോട്ട മൈതാനം. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി സൈക്കിളും കൊണ്ട് റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ സൈക്കിൾ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ ഇതിൽ കൂടെ നടക്കുമ്പോൾ പ്രത്യേക വൈബാണ് കേട്ടോ. 2 കിലോമീറ്റർ റൗണ്ട് അടിക്കാണ്ട്. അങ്ങനെ രണ്ടാളും പാടെ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് മയിലിനെ കണ്ടത്. മയിലിനെ ഫോട്ടോ എടുത്തപ്പോൾ മയിലുണ്ട്, നീ ഫോട്ടോ എടുത്ത് എത്ര വേണമെങ്കിൽ നിന്നു തരാമെന്നുള്ള രീതിയിലാണ് മയിൽ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്പീഡിൽ നടക്കാൻ തുടങ്ങി. നടന്ന് ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഇരിക്കാവ് വിചാരിച്ചു. അങ്ങനെ രണ്ടാളും ഇരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ പോയി. അപ്പോൾ അവൻ പൊടിക്കട്ടൻ മതി പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ഒരു പൊടിക്കട്ടൻ, ഒരു കച്ചായും എടുത്തു. അവനക്ക് ബോണ്ട മതി പറഞ്ഞാൽ ബോണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധാരണ പൊടിക്കട്ടൻ കഴിക്കാറില്ല, ബൂസ്റ്റ് ഹോർലിക്സൊക്കെ കഴിക്കാറ്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയണ്ടായിരുന്നു, അവിടെ പല്ല് തേച്ചിട്ടില്ല രാവിലെ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ തേച്ചിട്ടില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇന്നത്തെ സൈക്കിളും മതിയാക്കി നേരെ വീട്ടിലേക്ക്. മൊത്തം ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞാൽ ഒരു 12 കിലോമീറ്ററിനുള്ളിൽ ഓടി.